ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ടിവിച്ച്. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം നാളുകൾക്ക് ശേഷം വന്നിരിക്കുന്നത് ശിവകാർത്തികേയൻ നായകനായി AR മുരുകദോസ് സംവിധാനം ചെയ്ത് ഈ സെപ്റ്റംബർ 5-ാം തീയതി തിരുവോണ ദിനത്തിൽ ഇറങ്ങിയ സിനിമയായിട്ടുള്ള മദ്രാസി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അത് നമുക്കധികം പറഞ്ഞു കേൾക്കാതെ നേരെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓണത്തിനിറങ്ങിയ മിക്ക പടം കാണുകയും ചെയ്തു. ലോക കണ്ടു, ഹൃദയപൂർവ്വം കണ്ടു, മറ്റ് 2 പടങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വെക്കേഷനായിട്ട് വേറെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നപ്പോൾ ഇന്ന് ശനിയാഴ്ച സെപ്റ്റംബർ 6-ാം തീയതി വെറുതെ പോയി കണ്ടതാണ്. ലിമിറ്റഡ് സ്ക്രീൻസിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ മുൻപിറങ്ങിയിട്ടുള്ള AR മുരുകദോസ് സിനിമകളായിട്ടുള്ള ഗജിനി, തുപ്പാക്കി, അതുപോലെ തന്നെ കത്തി, ഇതിനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത്ര മോശം പടം എന്നല്ല പറയുന്നത്. ഈ അടുത്ത് തന്നെ AR മുരുകദോസിൻ്റെ ഒരു ഹിന്ദി പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സിക്കന്ദർ എന്ന് പറയുന്നത്. അതൊരു വല്ലാത്തൊരു പടമാണ്. കാണാത്തവരെന്തായാലും കണ്ടു നോക്കണം. ആ പടത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം ഫാർ ബെറ്ററാണ്. കാരണം ഈ സിനിമയ്ക്കൊരു സിമ്പിൾ ക്ലീഷേഡ് സ്റ്റോറി ലൈനാണ്. അതിൻ്റെ ഒരു ഇതിൽ കുറച്ച് പുതുമയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി, അതായത് ഒരു ഉപ്പില്ലാത്ത കഞ്ഞിയിൽ കുറച്ച് ഉപ്പിടുന്ന പോലെ ഒരു പരിപാടി ചെയ്തിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പിന്നെ അനിരുദ്ധാണ് മ്യൂസിക്. അത് കാരണം നമുക്ക് ഓരോ സീനും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടും, ഇത് പാട്ടുകൾ അല്ലെങ്കിൽ സലമ്പല എന്നൊക്കെ പറഞ്ഞ സോങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അതാണ് ഒരു മെയിൻ റീസൺ ഈ സിനിമയ്ക്ക് ഞാൻ കാണാൻ പോകാനായിട്ടുള്ളത്. പിന്നെന്താ, ഇതിലെ നടി രുക്മിണി വസന്ത്, ഷീ സോ ക്യൂട്ട്. മറ്റേ എയ്സ് എന്ന് പറഞ്ഞ വിജയ് സേതുപതി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പിന്നെ മറ്റേ സപ്തസ്വരസാഗർ ആ സിനിമയിലുള്ളതാണ് നടിയാണ്. ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന നടിയാണ്. പിന്നെ നമ്മുടെ വിദ്യുത് ജമാൽ, നമ്മുടെ തുപ്പാക്കിയിലെ വില്ലനായിട്ടുള്ള വിദ്യുത് ജമാൽ, ആളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. SKക്കൊക്കെ ടഫ് കോമ്പറ്റീഷനാണ്. അതായത് ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ ആൾ കിഡിലിനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർപ്പാട്ട പരമ്പരയിലെ മറ്റേ കിങ് ഓഫ് കൊത്തയിലെ ഡാൻസിങ് കിങ് ഓഫ് കൊത്തയിലെ കണ്ണമ്പായും സർപ്പാട്ട പരമ്പരയിലെ ഡാൻസിങ് റോസ്, ആളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ആ മച്ചാനും ഇതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആൾ കിഡിലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ബിജു മേനോൻ ചേട്ടൻ, കുറേ നാളായി അയ്യപ്പന് കോശിക്കൊക്കെ ശേഷം മര്യാദയ്ക്കൊരു റോൾ കിട്ടുന്നത് ഇതിലാണ്. അതായത് ആൾക്ക് കൊടുത്ത റോൾ ആൾ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു ഇമോഷണൽ രംഗത്ത് ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എടുത്ത് ചെയ്തിരിക്കുന്നത് പീക്ക് സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ആളുടെ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു. എനിക്ക് ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ആളുടെ ക്യാരക്ടർ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരിതാണ്. സോ ഈ സിനിമേനെ പറ്റി നമുക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു വട്ടം ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു ഓക്കെ സിനിമയാണ്. നമുക്ക് എന്താണ്, നിങ്ങൾക്കിപ്പോൾ തമിഴ് സിനിമകളൊക്കെ ഇഷ്ടമാണ്, സാധാരണ കൊമേഴ്ഷ്യൽ കത്തിപ്പടങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം പോയി കാണാം. നല്ല രീതിയിലെ ആക്ഷനും സൗണ്ടും അതുപോലെ തന്നെ ഡയലോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ കുറച്ചും കൂടി അവർ ജെൻസി വൈസ്, അതായത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിച്ചു എന്നും കൂടി തോന്നിപ്പോയി. അങ്ങനെയാണ് ഡയലോഗൊക്കെ AR മുരുകദോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആളുടെ മറ്റേ കത്തിയിലെ പോലെ ചെറിയൊരു പരിപാടി ഉണ്ട് ഇതിൽ. പിന്നെ സലമ്പല സോങ്ങൊക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അനിരുദ്ധ് പിന്നെ നമുക്ക് ആസ് ഓൾവേസ് പുള്ളിക്കാരൻ്റെ ജോലി നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു തിയേറ്റർ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ലോകയുടെ ഹൃദയപൂർവ്വത്തിൻ്റെ തരംഗത്തിൻ്റെ ഇടയിൽ പെട്ടുപോയെന്ന് തന്നെ പറയാം. മലയാളത്തിൽ നമ്മുടെ ചെറിയ ഒരു സാധാ തിയേറ്ററിൽ 3rd സ്ക്രീനിലാണ് ഇട്ട് കാണേണ്ടി വന്നത്. അത്രയ്ക്കും അവസ്ഥയായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണുന്നത്. ഇപ്പോൾ ഫാൻസിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് കണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. അങ്ങനെ കുറച്ച് ഹൈ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചു തമിഴ് പടം. ഈ ഇടയ്ക്ക് വന്ന തമിഴ് പല പടങ്ങളിലെയും വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ആക്ഷനായാലും സ്റ്റോറി ആയാലും ഒരു മിഡിൽ വരുന്ന ഒരു സാധനമായിട്ട് AR മുരുകദോസിൻ്റെ ഈ അടുത്ത് വന്ന സിക്കന്ദറിനേനും ബെറ്ററായിട്ടൊരു 10-ഒരു 4-4.5 കൊടുക്കാം. ഒരു പകുതി റേറ്റിംഗ് ഒക്കെ കൊടുക്കാം എന്ന് പറയുന്ന ഒരു സിനിമ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിക്കന്ദറിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കാണാൻ നിങ്ങൾ ചാൻസ് ഇല്ല. കാരണം മദ്രാസി എന്ന് പറയുന്ന സിനിമ ഇനിയിപ്പോൾ ഈ ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ലോകയുടെ ഹൃദയപൂർവ്വത്തിൻ്റെ ഒക്കെ ഒപ്പം ആരെങ്കിലും കാണാൻ പോകും. നല്ല സ്ക്രീനൊന്നും കിട്ടാനുമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനാവും. അത് കാരണം നിങ്ങൾ മദ്രാസി എന്ന് പറയുന്ന സിനിമ കാണുകയാണെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഇനി പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.